ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ഈ സഹോദരനെ, ഈ സഹോദരി, ഈ കുടുംബത്തെ ഓർക്കുന്നുണ്ട്? ഈ കുടുംബത്തെ ഓർക്കുന്നവരൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്ത് സങ്കടത്തിലല്ലേ വന്നേ? അതെ അതെ. ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കാര്യം അറിയത്തില്ലായിരിക്കും. അവർക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. എനിക്ക് ആദ്യം എൻ്റെ ബ്രദറിനൊരു സൗഖ്യം കിട്ടി. പിന്നീട് എനിക്ക് അലർജി പ്രശ്നത്തിന് എനിക്കൊരു സൗഖ്യം കിട്ടി. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടിയപ്പോൾ ബ്രദറാണ് എന്നെ ദൈവത്തിലേക്ക് ശരിക്കും കാണിച്ചു തന്നത്. ഞാനൊരു അത്ര വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നും ദൈവമാണ് നമ്മുടെ രോഗം ശമിപ്പിക്കുന്നതെന്നും എന്നെ ശരിക്കും മനസ്സിലാക്കി തന്നത് സജിത് ബ്രദറാണ്. ബ്രദറിനോട് ഒത്തിരി നന്ദി എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വീണ അവസരത്തിൽ ഞാൻ ആദ്യം ചെന്ന് കാഷ്വാലിറ്റിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ദൈവം നമ്മുടെ ശരീരത്തിൽ തൊടുവാനായിട്ട് ശരീരത്തെ ഒരുക്കിയിരുത്തണം. ഞാൻ ബ്രദറിനോട് വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പ്രെയർ ലൈനിലോട്ട് വിളിച്ചു. എവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്? ചാലക്കുടി, കറുകുറ്റി. ഇയാൾ ജോലിക്കാരനാണ്? അതെ, വെൽഡിങ്ങിൻ്റെ വർക്കാണ്. അപ്പം റൂഫിങ്ങിൻ്റെ വർക്കാണ്. ബിൽഡിംഗ് റൂഫിൻ്റെ മേളിൽ നിന്ന് 2ാം നിലയിൽ നിന്ന് താഴോട്ട് വീഴും. 2ാം നിലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീഴായിരുന്നു. 20-25 അടി ഹൈറ്റിൽ നിന്നാണ് വീണത്. ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു ജീവശവം പോലെ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കിടത്തിയതാ ഇതിനെ. നിങ്ങൾ എത്ര പേര് അത് ഓർക്കുന്നു? ഒന്ന് കരം ഉയർത്തേക്ക് അത് ഓർക്കുന്നവര്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ സമയത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തി ഈ സമയത്ത് വ്യാപിക്കട്ടെ. കൽപ്പിച്ചേട്ടാ, അവിടെ ഇരുന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരു ജീവൻ അങ്ങോട്ട് വ്യാപിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപിക്കട്ടെ. അസാധ്യതകളില്ലാത്ത ദൈവപുത്രൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപിക്കട്ടെ. എൻ്റെ ദൈവമേ, ഈ നരകിച്ച തളർച്ചയുടെ അവസ്ഥയിൽ നിന്റെ മകനെ ഇന്ന് ഞങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ കൊതിക്കുന്നു കർത്താവേ. ഒന്ന് കരമടിച്ച് അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിച്ചേ കർത്താവേ. ഓ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതൊന്ന് ഞങ്ങൾക്ക് കാണണം. ആദ്യം ഇതാ യൂറിൻ ട്യൂബ് നിങ്ങൾക്ക് കാണാം. ഈ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് അദ്ദേഹത്തിൻ്റെ യൂറിൻ ട്യൂബ്. ഇയാളുടെ സ്ഥിതി ഇതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഇന്ന് കരുണ തോന്നിയിട്ടല്ലാതെ പിതാവിൻ്റെ സ്നേഹത്താലും പുത്രൻ്റെ കൃപയാലും പരിശുദ്ധാത്മാവിൻ്റെ വിട്ടുപിരിയാത്ത സർവാധിപത്യത്താലും നിന്റെ മകനെ ഇന്ന് ഇവിടുന്ന് ജയത്തോടെ അയക്കുന്നതിനായി സ്തോത്രം. ത്രിയേക ദൈവമേ, ആ ശക്തിയെ ആർജിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി. മഹത്വത്തെ ആർജിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി. ബലത്തെ ആർജിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി. അവിടുത്തെ അഭിഷേകത്തെ അങ്ങല്ലാതെ വേറെ ആരുമില്ല ഇവർക്ക്. നാഥാ, രക്ഷിതാവേ, പൊന്നേശുവേ, നീ അല്ലാതെ ആരുമില്ല ഇവർക്ക്. സൗര ആ കാലുകൾ ചലിപ്പിച്ചേ. ആ കാലുകൾ ചലിപ്പിച്ചേ. ആ കാല് ചലിപ്പിച്ചേ. ഈ കാലം ചലിപ്പിച്ചോ. സ്പീഡിൽ ചലിപ്പിച്ചോ. ബലം വന്നോണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഞാൻ തൊടാതെ ഒന്ന് പൊങ്ങട്ടെ. അച്ചുകൂട്ടം മാറിക്ക. അവൻ വലിയ വിശ്വാസിയാട്ടോ. വാ യേശുവിന്റെ നാമത്തിൽ വാ. വേറെ ഒന്നും പറയാനും തരാനൊന്നും ഇല്ല. കർത്താവിന്റെ പൊന്നുനാമം മാത്രമേ ഉള്ളൂ. വാ യേശുവിന്റെ നാമത്തിൽ. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കാം. വിളിച്ചോ യേശുവേന്ന് വിളിച്ചോ. ഇയാളുടെ കാലുകളിലേക്ക് ബലം വ്യാപിക്കുന്നു. ബ്രദർ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളല്ലേ കൊണ്ടുവന്നേ. വാ, ബലം കൊടുക്കാൻ. കൈ കൊടുക്ക. കൊണ്ടുവന്നവരുടെ വിശ്വാസം അങ്ങോട്ട് കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാം. യേശുവിന്റെ നാമത്തിൽ നിൽക്കട്ടെ. കാലുറപ്പിച്ചേ. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഞാൻ പറയുന്ന വാക്ക് വിശ്വസിക്കുക. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. യേശു നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. ശരീരത്തിന് ബലം കൊടുത്തേ. നിന്നെ അവിടെ ഉറച്ചു നിന്നേ. ഇങ്ങോട്ട് നോക്കി. യേശുവേ എന്നൊരു വിളി മാത്രം. എനിക്ക് കൈതാ. ഒറ്റ വിളി. യേശുവേ എന്ന് വിളി.
സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടോ? കാലിന് ബലം വന്നു അല്ലേ? വെല്ലം വന്നു. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൂടെ. യേശുവേ വാ 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 ആ വാ വാ വാ. ബലം കൊടുത്തു. ആ യേശുവിന്റെ നാമത്തിൽ ഈ ഇടുപ്പിലേക്ക് ശക്തി ഇറങ്ങണം. ഈ ഇടുപ്പിലേക്ക് ശക്തി ഇറങ്ങട്ടെ. യേശുവേ നന്ദി. എന്നെ ഇപ്പൊ സംഭവിക്കുന്നു. ഞങ്ങളോടൊന്ന് പറഞ്ഞേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് വയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ശരീരം ആകെ തളർന്നിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നടക്കണ്ടേ? നടക്കണം. ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്? സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യാതെ ബലം കൊടുത്തു തന്നെ. ആ അത്രേ ഉള്ളൂ. കർത്താവിന്റെ ശക്തിയാ. ആ ഒന്ന് വിളിച്ചോ, യേശുവേ എന്നൊരു വിളി അങ്ങ് വിളിച്ചോ. ആരും പിടിക്കുന്നില്ല ഇപ്പം. യേശുവാ പിടിച്ചിരിക്കുന്നേ. ആ ഉറച്ചു വിളിച്ചോ. നിങ്ങളുടെയൊക്കെ വിശ്വാസം കേട്ടോ, നിങ്ങളുടെയൊക്കെ വിശ്വാസം. ഇന്ന് സഹോദരൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് നടന്ന് സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നിന്ന് കർത്താവിന്റെ സാക്ഷിയാകുമ്പോൾ ഇതിനപ്പുറത്ത് എന്നാ പറയാനുള്ളേ? ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രെയർ ലൈനിലോട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഹസ്ബൻഡിന് ഒന്നും സംഭവിക്കില്ല, ദൈവമാണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ 24 ദിവസം ആയിട്ടുള്ളൂ ഞങ്ങളിവിടെ ബ്രദറിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ബ്രദർ എഴുന്നേൽപ്പിച്ച് നടത്തി. അതുപോലെ തന്നെ യൂറിൻ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ യൂറിൻ ബാഗ് പിടിച്ചിട്ട് ബ്രദർ പൊക്കി പിടിച്ചിട്ട് അത് പറഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ സഹോദരൻ ജീവിക്കണേന്ന് പറഞ്ഞു. ഇതാ യൂറിൻ ട്യൂബ്, നിങ്ങൾക്ക് കാണാം. ഈ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് അദ്ദേഹത്തിന്റെ യൂറിൻ ട്യൂബ്. ഇയാളുടെ സ്ഥിതി ഇതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗിയായിട്ട് യൂറിൻ ബാഗ് വിട്ടതാ എൻ്റെ കർത്താവ്. 2ാം നിലയുടെ മേളില് സീലിംഗിൽ വെൽഡിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നെ പേര് ഷാജി. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ, ഇത്രയും സുന്ദരനായ ആരോഗ്യമുള്ള ഒരു കുടുംബം. എന്തൊരു നിരാശയിലായിരിക്കും ഈ കുടുംബത്തിൻ്റെ അവസ്ഥ. ഞാൻ ആ സിസ്റ്ററോട് ഇങ്ങനെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, അസാധ്യങ്ങളില്ലാത്ത ദൈവപുത്രൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് അവിടെ സഹോദരൻ എഴുന്നേറ്റ് വന്ന് സഹോദരയുടെ ഒരുമിച്ച് അവിടെ എഴുന്നേറ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞ ഈ ഹാളിലോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കർത്താവിന് നന്ദി പറയുകയായിരുന്നു. ഹല്ലേലൂയ. ഇതിനപ്പുറത്ത് എന്താണ് കാണേണ്ടത്? മുഴുവൻ മെഡിക്കൽ സയൻസും ഉപേക്ഷിച്ചു. എത്ര പൊട്ടലായിരുന്നു? എത്ര പൊട്ടലായിരുന്നു? 6. നട്ടലിൻ്റെ അകത്ത് 6 പൊട്ടൽ. അതിൽ 2ാമത്തെ ആയിരുന്നു, 3ാമത്തെ ആയിരുന്നു ബന്ധം വിട്ട് മാറി നിന്നിരുന്നത്. എത്രാമത്തെ? അത് 3ാമത്തെ. അതായത് ആ സ്കാനിങ്ങിൻ്റെ എക്സ്റേയുടെ ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം. 3ാമത്തെയാണ്. ആദ്യത്തേനെല്ലാം ക്രാക്കാണ് വീണിരിക്കുന്നതെങ്കിൽ, ഇങ്ങനെ പൊട്ടലാണ് വീണിരിക്കുന്നതെങ്കിൽ, 3ാമത്തേത് ബന്ധം വിട്ട് നിന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന വാക്കുകൾക്ക് അതീതമാണ്. നമ്മുടെ യേശു ജീവിക്കുന്നു.